എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് വ്ലോഗാണ്. രാവിലെ തന്നെ സൂപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പിൽ ഗ്രീൻ പീസും അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ്, സവാള ഒക്കെ ചേർത്ത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ അതെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കുരുമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഈ കുരുമുളകിൻ്റെ ഒരു ബ്ലാക്ക് കളർ പോലെ ഇരിക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടി ഒരു ഇച്ചിരി കൂടി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇതൊന്ന് ഒന്ന് നന്നായിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേന് ഒരു മുട്ടയാണെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ട് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് കോൺഫ്ലവർ കലക്കിയിട്ട് അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കോൺഫ്ലവർ ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തിക്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സൂപ്പ് മാത്രമല്ല റെഡിയാക്കിയത്, ദോശ കൊണ്ടാണെങ്കിൽ ഊത്തപ്പം പോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സവാള മുകളിൽ ഇങ്ങനെ ദോശയ്ക്ക് മുകളിൽ വിതറിയിട്ട് കൊടുത്തിട്ട് പിന്നെ ഈ പൊടി ഇട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയും കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനൊക്കെ നല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ റെഡിയാക്കിയത് ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ കാല് ഞങ്ങൾ ഫ്രൈ ചെയ്തു. അങ്ങനെയാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ റെഡിയാക്കിയെടുത്തത്. അതുപോലെ തന്നെ കിച്ചണിൽ പിന്നെ ഞങ്ങൾ കുറച്ച് സ്റ്റിക്കറൊക്കെ റെഡിയാക്കി അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ മോളോട് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കൊടുത്തു. അപ്പോൾ അവൾ അതിനനുസരിച്ച് എല്ലാം എനിക്ക് ചെയ്തു തന്നു. ഇതാണെങ്കിൽ ഓൾറെഡി പേപ്പറിൽ വരച്ചത്, പിന്നെ അത് കട്ട് ചെയ്ത് വേറൊരു ബോർഡിലാണെങ്കിൽ ഒട്ടിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതുപോലൊക്കെ ആണെങ്കിൽ ഇത് ക്യാൻവാസിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കിച്ചൺ ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഹോം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാൻവാസിലാണെങ്കിൽ അത് വരച്ചതാണ്. അങ്ങനെ ഇതെല്ലാം വരച്ചു. ഈ ജനലിലാണെങ്കിൽ ഒട്ടിച്ചേക്കുന്നത് അതിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു വരയൂടെ പിന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഔട്ട്ലൈൻ പോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നീട് കൊടുത്തു കേട്ടോ. കാരണം ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പം എന്തോ ഒരു കുറവ് പോലെ തോന്നി കഴിഞ്ഞപ്പോൾ അങ്ങനെ റെഡിയാക്കി കൊടുത്തു. വെറുതെ ഒരു രസം, കാരണം ഇങ്ങനെ കാണുമ്പം ഒരു പോസിറ്റീവായിട്ടൊരു തോന്നൽ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പം മോളോട് പറഞ്ഞപ്പോൾ അവൾ മടി കൂടാതെ ചെയ്തു തന്നു. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബോട്ടിൽ ആർട്ട് പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ ഒരു 7 ബോട്ടിൽ പോലെ അവൾ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നന്നായിട്ട് അറ്റാച്ചൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ പക്ഷേ ഇതിൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെറുതെ പേപ്പറിൽ എഴുതി ഇങ്ങനെ ഒട്ടിച്ചേക്കുന്ന ആയതുകൊണ്ട് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുക്കായി പോകും. പക്ഷേ അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ടല്ലോ, അപ്പം വിഷമിക്കേണ്ട, പിന്നെയും വരച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ മക്രോണി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മക്രോണി സോസേജ് ഉപയോഗിച്ചിട്ടാണ് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ ആദ്യമാണെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് മക്രോണി നമ്മുടെ സോസേജ് ഒന്ന് നന്നായിട്ടാണെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കണം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പം ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സവാള, പിന്നെ ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടാണെങ്കിൽ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അത്യാവശ്യം തന്നെ. കാരണം ഈ ഒരു സോസേജ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സോസേജിന് പകരം നമുക്ക് ചിക്കൻ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ ഇല്ല, സോസേജും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മുട്ടയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്നും വേണ്ട, വെജിറ്റബിളാണ് വേണ്ടിയവർക്ക് ഈ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയനും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പിന്നെ സവാള ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് നന്നായിട്ട് വഴണ്ടൊക്കെ വന്ന് ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൊമാറ്റോ പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിൽ
ഇല്ല എങ്കിൽ തക്കാളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ പച്ചമണങ്ങളെല്ലാം മാറി വന്ന് ഒന്ന് വേവിച്ചിട്ട് നമ്മുടെ ആണെങ്കിൽ മക്രോണി ഓൾറെഡി ഞാൻ വേവിച്ച് അത് അതിൻ്റെ വെള്ളം തോരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് നമുക്ക് മക്രോണി എല്ലാം ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഇതൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ഇഷ്ടമായതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ റെഡിയാക്കി കൊടുക്കും. വൈകിട്ട് ചായക്കാണെങ്കിൽ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ ദോശമാവിൻ്റെ ബാലൻസ് വെച്ചിട്ട് റവയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും ഒക്കെ ആയിട്ട് പിന്നെ അതുപോലെ ഒരു സ്പൂൺ ആണെങ്കിൽ മൈദ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിവടയുടെയൊക്കെ ടേസ്റ്റിലാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ലതാണ്. അതൊന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്